നമ്മൾ ജോയിയെ കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. ജോയ് കരാർ തൊഴിലാളിയാണ്. വെറും 1500 രൂപയ്ക്ക് വേണ്ടിയാണ് മനുഷ്യ വിസർജ്യം നിറഞ്ഞു നിൽക്കുന്ന ആ മെഴിഞ്ചാൻ തോട്ടിനുള്ളിലേക്ക് ജോയ് ഇറങ്ങിയത്. ഒരു ദിവസത്തെ കൂലിയായ ഈ 1500 രൂപയ്ക്ക് വേണ്ടിയാണ് മാരായമുട്ടം സ്വദേശിയായ 47 വയസ്സുള്ള ജോയ് തോടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്. ജോയിയുടെ വീട്ടിൽ ഒരു അമ്മ മാത്രമാണുള്ള. സഹോദരങ്ങൾ മാറി താമസിക്കുകയാണ്. അച്ഛനില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ദിവസക്കൂലിക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യുമെന്നാണ് അമ്മ ഇന്നലെ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്. വീടെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ആ വീട്ടിൽ ആ അമ്മയുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ജോയ് തന്നെയായിരുന്നു. നമ്മൾ ജോയിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമുക്കൊപ്പം ഗോകുൽ നാഥാണ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോഴും ഒരു പക്ഷേ ജോയിയുടെ അമ്മ മെൽഹി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. നല്ല വാർത്ത, ഒരു ശുഭകരമായ വാർത്ത വരുമെന്ന പ്രതീക്ഷയിൽ. ആര്യ, ജോയിയുടെ മാരായമുട്ടത്തെ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വഴിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് മുകളിലാണ് ജോയിയുടെ വീട്. അതൊരു ചെറിയ വീടാണ്. ഒരു 2 മുറി മാത്രമുള്ള കട്ട കെട്ടിയ ഒരു വീടാണ്. അപ്പം ആ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിയോടെ ജോയി പോകുമ്പോഴൊക്കെ പറഞ്ഞത് വൈകുന്നേരം ആകുമ്പം പൈസയുമായി വരും എന്നുള്ള കാര്യമാണ്. വൈകുന്നേരത്തോളം വരും എന്നുള്ള ഒരു പ്രതീക്ഷയും പറഞ്ഞിട്ടാണ് ജോയി പോയത്. പക്ഷേ മടങ്ങി വരവുണ്ടായില്ല. അമ്മയടക്കമുള്ളവർ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബവും ഉള്ളത്. അമ്മ മെൽഹി 80 വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ട്. അമ്മ സഹോദരൻ്റെ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ വീട്ടിലും ബന്ധുക്കളടക്കം ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം അവരൊക്കെ തന്നെ പ്രതീക്ഷയുടെ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടെ അവിടെ എവിടെയെങ്കിലും ഈ മാൻഹോളിനകത്ത് ജീവനോടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ആണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, ജോയി ചേട്ടൻ ഇത്തരത്തിൽ നിലവിൽ ഈ കരാർ തൊഴിലാളിയായിട്ട് എത്ര കാലമായി? ജോയി കൃത്യമായിട്ടൊരു കരാർ തൊഴിലാളിയല്ല. കാരണം ജീവിതമാർഗത്തിന് വേണ്ടി പല സാഹചര്യത്തിലുള്ള വർക്കിന് പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു പണിയുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഇതേപോലുള്ള പണിക്ക് വിളിച്ചു കഴിഞ്ഞാലും പോവും. കാരണം കുടുംബം പോറ്റണമല്ലോ. ജോയി ആശ്രയിച്ചാണ് ജോയിയുടെ കുടുംബം എന്ന് പറയുന്ന അമ്മ മാത്രമാണുള്ളത്. ഒറ്റമുറി ഷീറ്റിട്ട ഒരു വീടാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ദൈനംദിന ജീവിതമാർഗം എന്നുള്ള നിലയ്ക്കാണ് ഈ ഇത്തരം പണിക്ക് പോകുന്നത്. അത് കഴിയുമ്പോൾ ഉള്ള പണിയില്ലാത്ത ദിവസങ്ങളിൽ ആണ് ആക്രി പണിക്ക്, അതായത് ആക്രി സാധനങ്ങളെടുത്ത് വിറ്റ് ഉപജീവനമാർഗം തേടുന്നത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പറയുന്നത് അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ മൊത്തം ആഗ്രഹം. കാരണം അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ. അധികാരികൾ ഇതേപോലുള്ള അവസ്ഥകൾ എത്തുമ്പോൾ മാത്രം വന്ന് നോക്കുന്ന സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇത്രയും ടൺ കണക്കിന് മാലിന്യം കിടക്കുന്ന ഒരു കനാലിൽ 2 പേർക്ക് ഇറങ്ങി എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇത്തരത്തിൽ ആ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ കരാറുകാർ ഒരു സേഫ്റ്റി പാലിക്കാതെ അല്ലെങ്കിൽ ഇവരുടെ സുരക്ഷ ഒന്നും പാലിക്കാതെ അങ്ങ് ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ തന്നെ അധികാരികൾ അവർക്കെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത്. അതോടൊപ്പം ഈ കരാർ തൊഴിലാളിയായിട്ട് പോകാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? കുറേ കാലമായിട്ടുണ്ട്. ഇതേപോലെ പണി ഉള്ളപ്പോഴും വിളിക്കും ഇവരുടെ. കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മറ്റു പണികൾക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. അവിടെ പോയാൽ 1000-200 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ള അവരുടെ കാരണം ആവശ്യങ്ങളും നടക്കണ്ടേ. ആ ഒരു സാഹചര്യത്തിലാണ് പുള്ളി പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് വിളിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അവരുടെ സേഫ്റ്റി, ഒരു ജീവൻ ഇത്തരത്തിൽ അകപ്പെട്ടു പോകാത്ത രീതിയിലുള്ള സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയും ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഇന്നലെ ഒരുപാട് ലേറ്റായാണ് ഒരു JCB അവിടെ കൊണ്ടെത്തിക്കാനായാലും ഇത്തരത്തിൽ ടണ്ണായിട്ട് കിടക്കുന്ന വേസ്റ്റ് കോരി മാറ്റുന്നതിന് വേണ്ടി ആളുകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിലും പോലും അവാന്തം ഒരുപാട് ലേറ്റായാണ് JCB ഉൾപ്പെടെയുള്ളത് വന്നത്. ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട്, അവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന.
ആര്യ, ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ജോയിയുടെ വീട് ഈ വീടിൻ്റെ മുകളിലാണ്. ഈ ആദ്യം കാണുന്ന വീട് സഹോദരൻ്റെ വീടാണ്. അതിന് മുകളിലേക്കുള്ള വീട്ടിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥയാണ്. അപ്പം ജോയി ആ വഴി തന്നെയാണ് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഈ വീട് വലിയ ദുരിതത്തിൽ തന്നെയാണ്. അതും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രദേശം തന്നെ. അപ്പോൾ വീടും കുടുംബവും അമ്മയും ഒക്കെ നോക്കേണ്ടതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് ജോയി ഇത്തരത്തിൽ ഈ പണിയിലേക്ക് കരാർ തൊഴിലാളിയായി പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇത്തരത്തിൽ തന്നെ കോൺട്രാക്ടർ വന്ന് വിളിക്കും, ആ ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പം ഇങ്ങനൊരു സാഹചര്യം ആരും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ നാട്ടുകാരൊക്കെ തന്നെ പ്രതീക്ഷയിൽ തന്നെയാണ് ജോയി മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ. നമ്മളിപ്പം കാണുന്ന വീടൊന്നുമല്ല ജോയിയുടേത്. വളരെ ദുർഘടമായ ഒരു പാത കയറി, അതായത് റോഡിൽ നിന്ന് ഏകദേശം 3 മീറ്റർ ഉയരത്തിലാണ് ജോയിയുടെ വീട്. ആ ദുർഘടമായ പാത കടന്ന് വേണം ജോയിയുടെ വീട്ടിലേക്ക് എത്താൻ. ഇപ്പോൾ അവിടെ അമ്മ മാത്രമാണുള്ളത്, അമ്മ മെൽഹി മാത്രമാണ് ഉള്ളത് ജോയിക്ക്. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ആമയഞ്ചാൻ തോടിലെ ആ മാലിന്യം നിറഞ്ഞ മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യം നിറഞ്ഞ ആ തോടിന്റെ ആഴങ്ങളിലേക്ക് ജോയ് ഇറങ്ങിയത്. ഇപ്പോഴും ജോയ് തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ആ അമ്മ കാത്തിരിക്കുന്നത്. അമ്മയ്ക്ക് ജോയ് അല്ലാതെ മറ്റാരും ഇല്ല.